ക്രിസ്ത്യാനിയോ അതോ ക്രിസ്തു ശിഷ്യനോ? ക്രിസ്ത്യാനികൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രബലമായ മതവിഭാഗമാണ്. യേശുക്രിസ്തു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ യേശു ഒരു സഭ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം 50-ാം ദിവസം യെരുശലേമിൽ അത് സംഭവിക്കുകയും ചെയ്തു. ശിഷ്യന്മാർ എന്നാണ് യേശുവിൻ്റെ ഉപദേശം സ്വീകരിച്ചവർ ആദ്യം അറിയപ്പെട്ടിരുന്നത്. ആളുകളൊക്കെ സ്വമേധയായിട്ടാണ് അന്ന് ക്രിസ്തു ശിഷ്യന്മാരായത്. അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമായിരുന്നു. എന്നാൽ അന്ത്യോക്യയിൽ വെച്ച് മറ്റുള്ളവർ അവരെ കളിയാക്കി വിളിച്ച പേരാണ് ക്രിസ്ത്യാനി എന്നുള്ളത്. ഈ പരിഹാസ പേരും ദൈവനിയോഗം തന്നെ ആയിരുന്നു. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത് എന്ന് ബൈബിൾ പറയുമ്പോൾ ആ പേര് ദൈവം അംഗീകരിച്ചു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇന്ന് പക്ഷേ സ്ഥിതി മാറി. ക്രിസ്ത്യാനിയുടെ മക്കൾ ജന്മനാ തന്നെ ക്രിസ്ത്യാനികളായി തീർന്നു. ക്രിസ്ത്യാനിത്വം ഇന്നൊരു മതമായി മാറിയിരിക്കുകയാണ്. ഔദ്യോഗിക രേഖകളിലും ഇങ്ങനെയുള്ള ആളുകൾ ക്രിസ്ത്യാനികളാണ്. യഥാർത്ഥ ക്രിസ്ത്യാനി ഇങ്ങനെ ഉണ്ടാകുന്നവരല്ല. അവര് തങ്ങൾക്ക് ദൈവം നൽകിയ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും യേശുവിനെ പോലെ ജീവിക്കാൻ തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്തവരാണ്. ഇങ്ങനെയുള്ളവര് ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പോലെ ഒരു ക്രിസ്തു ശിഷ്യനെ ആയിരിക്കണം ആഗ്രഹിക്കേണ്ടത്. ഇതിന് കാരണം ഒരു ക്രിസ്തു ശിഷ്യന്റെ ശരീരം അവനെ വില കൊടുത്തു വാങ്ങിയ യേശുക്രിസ്തുവിന്റെ വകയാണ്. ക്രിസ്തുവിന് പ്രസാദകരമായ ഒരു ബന്ധത്തിൽ മാത്രമേ ആ വ്യക്തി ഏർപ്പെടാവൂ. ആ വ്യക്തിയുടെ വില യേശുക്രിസ്തുവിന്റെ ജീവന്റെ വിലയാണ്. എന്നാൽ അത് അയാളെ ഒരിക്കലും അഹങ്കാരിയാക്കുകയില്ല. കാരണം അയാൾക്കുള്ളതെല്ലാം ക്രിസ്തുവിന്റെ ദാനമാണ്. അങ്ങനെ ഒരു വ്യക്തി പ്രണയിക്കുമ്പോൾ അയാൾ വികാരത്തേക്കാൾ വിവേകത്തിന് വേണം സ്ഥാനം നൽകുവാൻ. മാതാപിതാക്കളും ദ്രവ്യാഗ്രഹത്തേക്കാൾ ദൈവേഷ്ടത്തിന് വേണം പ്രാധാന്യം നൽകുവാൻ. ഇങ്ങനെ ചെയ്യാൻ യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്തു ശിഷ്യനോ ശിഷ്യോ അല്ലാത്ത ഒരാളെ പ്രണയിച്ചിട്ടോ മാതാപിതാക്കൾ ആലോചിച്ചിട്ടോ വിവാഹം കഴിച്ച ശേഷം പിന്നീട് അവർ നിങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് വന്നുകൊള്ളുമെന്ന് ഒരിക്കലും കരുതരുത്. ഇനി അങ്ങനെ സംഭവിച്ചാൽ പോലും പലപ്പോഴും അത് വെറും ഒരു മതം മാറ്റം മാത്രമായിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടോ ഒരുപക്ഷെ നിങ്ങളെ ഭയപ്പെട്ടിട്ടോ അതോ പ്രീതിപ്പെടുത്താനോ അങ്ങനെ പല തെറ്റായ കാരണങ്ങളായിരിക്കും ആ വ്യക്തി അങ്ങനെ ഒരു തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ ഒരാൾ മതം മാറാനുള്ള ചില അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ടത് കൊണ്ട് മാത്രം അയാൾ ക്രിസ്ത്യാനിയാകുന്നില്ല. ക്രിസ്തു ശിഷ്യനായ നിങ്ങൾ, പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, ഒരു ക്രിസ്തു ശിഷ്യനെ തന്നെ വേണം പ്രണയിക്കുകയോ വിവാഹം ആലോചിക്കുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യുവാൻ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരെയും വിവാഹം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നിശ്ചയമായി നിങ്ങൾക്കുണ്ട്. അതിനുശേഷവും സമൂഹത്തിൻ്റെ മുമ്പിലും സഭയുടെയും സർക്കാരിൻ്റെയും രേഖകളിലും നിങ്ങൾ ക്രിസ്ത്യാനിയായി തന്നെ തുടരും. എന്നാൽ നിങ്ങൾ ക്രിസ്തു ശിഷ്യനല്ലാത്ത ഒരാളെ വിവാഹം കഴിച്ചിട്ട് ഒരു ക്രിസ്തു ശിഷ്യനായി തുടരുന്നത് വളരെ വളരെ ദുഷ്കരം ആയിരിക്കും. പേരുകൊണ്ട് മാത്രം ക്രിസ്ത്യാനി ആയിരിക്കാനാണോ അതോ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്?